നമസ്കാരം. നവകേരള യാത്രയ്ക്കെതിരെ കോൺഗ്രസ് യുവജന സംഘടനകളും ഒക്കെ തന്നെ വലിയ പ്രതിഷേധ സമരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഏത് മേഖലയിലെത്തിയാലും ഏത് മണ്ഡലത്തിൽ എത്തിയാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ സമരമാണ് അവിടെ അരങ്ങേറാറ്. ഈ ഒരു സംവിധാനത്തെ പോലീസിനെയും അതുപോലെ ഡിവൈഎഫ്ഐക്കാരെയും ഉപയോഗിച്ച് സർക്കാർ അട്ടിച്ചമർത്തുന്നു എന്ന പരാതിയാണ് ഉണ്ടാകുന്നത്. കെ സുധാകരനും വി ഡി സതീശനുമൊക്കെ ഈ വിഷയത്തോട് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാം, ഞങ്ങൾ സമചിത്തത കാണിക്കുന്നത് ദൗർബല്യമായിട്ട് എടുക്കരുത്, തീർച്ചയായിട്ടും ശക്തമായി തന്നെ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകും, അടി കിട്ടിയാലും തീർച്ചയായിട്ടും പ്രവർത്തകർ എത്തും പ്രതിഷേധ സമരവുമായി. നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധം തുടരും, അതുപോലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ പറയുന്നത്. നവകേരള യാത്രയ്ക്ക് എതിരായ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തെ നേരിടാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും രംഗത്തിറങ്ങുന്നതിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രതിഷേധം ശാന്തമായി തന്നെ നടത്തുമ്പോഴും അതിശക്തമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ തെരുവിലേക്കിറങ്ങി പ്രവർത്തകരെ അടിച്ചൊതുക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ സമൂഹമാധ്യമത്തിലൂടെ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എസ്കോർട്ട് ഉദ്യോഗസ്ഥനായ MS ഗോപികൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഭീഷണി സ്വരത്തിൽ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടത്. കഴിയുമെങ്കിൽ വണ്ടി വഴിയിൽ തടയൂ, കൊല്ലം കടക്കലിൽ വെച്ച് എല്ലാ മറുപടിയും അന്ന് തരാം എന്നാണ് ഗോപികൃഷ്ണന്റെ കമന്റ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് MS ഗോപികൃഷ്ണൻ. അതേസമയം നവകേരള സദസ്സിന് പോയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് ടീമിൽ ഗോപികൃഷ്ണൻ ഇല്ല. നവകേരള സദസ്സിലെ പ്രഭാത യോഗത്തിൽ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി സംസാരിക്കും എന്ന പ്രഖ്യാപനത്തെ തുടർന്ന് പൗരപ്രമുഖർ ആരെന്നറിയാൻ കുമ്മിൾ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കുമ്മിൾ ഷമീർ വിവരാവകാശ നിയമപ്രകാരം ചോദ്യമുന്നയിച്ചിരുന്നു. അതിന് ലഭിച്ച മറുപടി അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പോസ്റ്റിന് താഴെ കമൻ്റായിട്ടാണ് MS ഗോപികൃഷ്ണൻ ഭീഷണി കലർന്ന സ്വരത്തിൽ സന്ദേശം കുറിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ സമൂഹമാധ്യമങ്ങളിലും അതുപോലെ വാർത്താമാധ്യമങ്ങളിലുമൊക്കെ വലിയ ചർച്ചയാകുന്ന വിഷയമാണ്. പ്രതിഷേധവും പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ പോലീസും അതുപോലെ ഡിവൈഎഫ്ഐക്കാരും ശ്രമിക്കുന്നത്. പോലീസിൻ്റെ കാര്യം പോകട്ടെ, പോലീസ് അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കണം, അത് മാന്യമായ രീതിയിൽ വേണം. ഇതുപോലെ വലിയ ലാത്തി കൊണ്ട് അടിച്ചൊതുക്കിയല്ല പ്രതിഷേധക്കാരെ നേരിടേണ്ടത്, അല്ലെങ്കിൽ അവർ അതിന് തക്ക രീതിയിൽ പ്രതികരിക്കണം. ഇത് സാധാരണഗതിയിൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ഗവൺമെൻറ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പരാതി ഉന്നയിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി പൗരപ്രമുഖരാണ് ആരാണ് എന്ന ചോദ്യം കേരളം മുഴുവൻ ചോദിച്ചതാണ്. അതാരാണെന്ന് ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരമാണ് കുമ്മിൾ ഷമീർ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവരാവകാശ രേഖ നൽകിയത്, അല്ലെങ്കിൽ രേഖ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. അതിൽ എന്താണ് ഏതാണ് പൗരപ്രമുഖർ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതിന് നിർവചനമില്ല എന്ന രീതിയിലുള്ള മറുപടിയാണ് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. ആ മറുപടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിന് താഴെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തി MS ഗോപികൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഭീഷണി കലർന്ന സ്വരത്തിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന് ചേർന്ന ഒരു രീതിയിലുള്ള ഒരു പ്രതികരണമാണോ ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത് എന്നുള്ളത് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കൊല്ലം കടക്കലിൽ വാ, കാണിച്ചു തരാം, വണ്ടി വഴിയിൽ തടയൂ എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു പൊതു ഇടത്തിൽ ഇത്തരം, അതും ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമൊക്കെ സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥൻ, അതിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പൊതു ഇടത്തിലൊക്കെ പോസ്റ്റുകൾ ഇട്ട് ഭീഷണി ഉയർത്തുന്നത് ഒട്ടും അശാസ്യമായ കാര്യമായി അല്ലെങ്കിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായി കാണാനാകില്ല.